ഹലോ ഹായ് നമസ്കാരം, ഞാൻ അഭിന. എല്ലാവർക്കും ഒരിക്കൽ കൂടി അബീസ് വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതാ സമയം വെളുപ്പിന് 4:30 ആയിട്ടുണ്ട്. അപ്പം 4:30 ആകുമ്പോഴേക്കും എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടോ. അപ്പം നമ്മൾ ഇന്നൊരു ചെറിയൊരു യാത്ര പോവുകയാണ്. ചെറിയതല്ല, ഒരു വലിയ വിശേഷത്തിനുള്ള യാത്രയാണ്. മക്കളെ രണ്ടുപേരും എഴുത്തിനിരുത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എഴുത്തിനിരുത്തുന്നതിന് വേണ്ടി മൂകാംബികയിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പം വീടിൻ്റെ ചുമരൊന്നും കണ്ട് ആരും ഒന്നും വിചാരിക്കരുത്. ഒരു 8-9 വർഷമാണ് മുന്നേ പെയിൻ്റ് അടിച്ച വീടാണിത്. എൻ്റെ കല്യാണത്തിൽ. അപ്പോൾ ബാക്കി വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ടല്ലേ വീട്ടിൽ. ഇപ്പോഴും വർക്കുകൾ ഇങ്ങനെ കുറേശ്ശെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കംപ്ലീറ്റ് കഴിഞ്ഞിട്ട് പെയിൻ്റ് അടിക്കുക എന്നുള്ളൊരു പ്ലാനിലാണ്. അതാണ് വീട് അങ്ങനെ ഇരിക്കുന്നത്. പിന്നെ നമ്മൾ യാത്ര ഒരു 5 മണി പറഞ്ഞിട്ട് ഒരു 6 മണിയൊക്കെ ആയി നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ. എല്ലാവരും എഴുന്നേറ്റ് റെഡി ആവണമല്ലോ. അപ്പം ഞങ്ങളൊരു വണ്ടി വിളിച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ, ഹസ്ബൻഡ്, 3 മക്കൾ, എൻ്റെ അച്ഛൻ, അമ്മ, ഏട്ടൻ, ഇത്രയും പേരായിരുന്നു ഉണ്ടായിരുന്നത്. അനിയന് ലീവ് കിട്ടിയില്ല. അപ്പം അവൻ അങ്ങോട്ട് എത്തിക്കൊള്ളാമെന്ന് ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അവന് വൈകിട്ട് അപ്പോഴേക്ക് പനിയായി. അപ്പം അത് കാരണം അവൻ വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഫസ്റ്റ് ഞാൻ ഏറ്റവും പുറകിലും, അമ്മയും അച്ഛനും സെൻറ്ററിലും, ഏട്ടനും എൻ്റെ ഹസ്ബൻഡും ഫ്രണ്ടിലൊക്കെ ആയിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ അമ്മയ്ക്ക് കാലുവേദന ആയത് കാരണം അമ്മയ്ക്ക് കുറച്ച് വെരിക്കോസ് വെയിൻ്റെയൊക്കെ ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ അത് കാരണം കാല് നീട്ടി വെച്ചിരിക്കണം. അങ്ങനെ അമ്മേനെ പുറകോട്ട് ഷിഫ്റ്റ് ചെയ്ത് ഞാൻ നടുവിലേക്ക് ഇരുന്നു. അപ്പോൾ എനിക്കും ഡിസ്ക് റോളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാനും ആകെ ടയേർഡായിട്ടുണ്ടായിരുന്നു. ഭയങ്കര ബാക്ക് പെയിനൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെയാണ് പോയത്. വീഡിയോസ് കംപ്ലീറ്റ് അങ്ങനെ എടുക്കാൻ പറ്റിയിട്ടില്ല. എന്നാലും ട്രാവൽ ചെയ്യുന്ന അത്യാവശ്യം വീഡിയോസൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഈ വീഡിയോ ചെയ്തിട്ടിരിക്കുന്നത്. അപ്പോൾ ഒരു മെമ്മറി അല്ലേ. അപ്പോൾ മെമ്മറി ആയിട്ട് ഈ യൂട്യൂബിൽ കിടക്കുമ്പോൾ നിങ്ങൾക്കും കാണാം, അതുപോലെ തന്നെ ഞങ്ങൾക്കും കുറേ കാലം കഴിഞ്ഞിട്ട് കാണാമല്ലോ അല്ലേ. അപ്പം ഇതൊരു ചെറിയൊരു കാട് പോലെയുള്ള ഒരു സ്ഥലമാണ്. എൻ്റെ ബ്രദർ ആളെ ഇടയ്ക്കിടയ്ക്ക് മൂകാംബിക പോകാറുണ്ട്. ആൾ ഇങ്ങനെ ട്രാവൽ ചെയ്യുന്ന ആളാണ്. അപ്പം കുറേ ആളുകളൊക്കെ വിളിക്കും അവനെ. അവിടെയൊക്കെ കുറച്ച് പരിചയമുള്ളതുകൊണ്ട് അപ്പോൾ അവൻ ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട്. അപ്പം അങ്ങനെ ഞങ്ങളിതാ അങ്ങോട്ടുള്ള പ്രവേശന കവാടത്തിൻ്റെ അടുത്തെത്തി. അപ്പോൾ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. എന്നാലും അങ്ങോട്ട് ഭയങ്കര റഷായിരുന്നില്ല. കുറച്ച് ചെറിയ തോതിലുള്ള തിരക്കുകൾ ഉണ്ടായിരുന്നു. അത്യാവശ്യം വണ്ടിയും ഹോട്ടലുകളൊക്കെ ഫുള്ളായിരുന്നു. അങ്ങനെയുള്ള തിരക്കുകൾ വെച്ചാൽ ഭയങ്കര റഷ് ആ ഒരു രീതിയിൽ ഉണ്ടായിരുന്നില്ല. നമുക്ക് നന്നായിട്ട് തൊഴാനും കാര്യങ്ങളൊക്കെ പറ്റിയിട്ടോ. അപ്പോൾ ഈ വീഡിയോ എടുത്ത് കുറച്ചധികം ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മളിത് എഡിറ്റ് ചെയ്തിടുന്നത്. ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പനി കാര്യങ്ങളെല്ലാം ആയിട്ട് നമ്മളെ വീഡിയോ ഒന്നും എഡിറ്റ് ചെയ്യാനുള്ള ഒന്നും സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം വളരെ ഹാപ്പി ആയിട്ടാണ് പോയത്. അപ്പം ഞങ്ങളൊരു 11 മണിയൊക്കെ ആവാൻ ടൈമായി. ഞങ്ങൾ ചായ കുടിക്കുക, എല്ലാവരും ഒന്ന് മയങ്ങിപ്പോയി. അങ്ങനെ ചായയൊക്കെ കുടിച്ചതിന് ശേഷമാണ് ഞങ്ങൾ മൂകാംബികയിലേക്ക് എത്തിയത്. പിന്നെ നൊയമ്പ് എടുത്തിട്ടുണ്ടായിരുന്നത് കൊണ്ട് എന്താ പറയുക, കുളി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് വീട്ടിൽ നിന്ന് പോകുന്നത്. കുളിയൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും ഉറങ്ങി ഞങ്ങൾ വണ്ടിയിലിരുന്നിട്ട്. ഞങ്ങൾ എടുത്ത റൂമെന്ന് വെച്ചാൽ മൂകാംബിക നടേൻ്റെ അടുത്ത് തന്നെ ആയിട്ടായിരുന്നു. അധികം നടക്കാനുണ്ടായിരുന്നില്ല. എന്താ പറയുക, വളരെ അടുത്തായിട്ടുള്ളൊരു റൂം തന്നെയായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. അവിടെയും അത്യാവശ്യം നല്ല റൂമും കാര്യങ്ങളായിരുന്നു. ജ്യോതിസ് റെസിഡൻസി എന്നാണ് ആ ഹോട്ടലിൻ്റെ പേര്. അത്യാവശ്യം നല്ല നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള നല്ല ഫെസിലിറ്റി ഉള്ളൊരു റൂം തന്നെയായിരുന്നു കേട്ടോ. 2 റൂമാണ് ഞങ്ങൾ എടുത്തത്. ഞങ്ങൾക്ക് ഒരു റൂം, അച്ഛനും അമ്മയ്ക്കും ടാട്ടനും കൂടെ റൂം എന്നുള്ള രീതിയിലാണ് എടുത്തത്. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് തന്നെ അവിടെ ഹോട്ടലിൽ എത്തിയ ഉടനെ തന്നെ ആദ്യം ഒന്ന് ഫ്രഷപ്പ് ചെയ്തു. ലഗേജൊക്കെ അവർ തന്നെ റൂമിലൊക്കെ എത്തിച്ചു വന്നു കേട്ടോ. കുറച്ചധികം ലഗേജ് ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടെ ഉള്ളതുകൊണ്ട് കാശി മുടി കളർ ചെയ്തിട്ടുണ്ട് വെക്കേഷൻ ആയപ്പോൾ. അങ്ങനെ ഇതാണ് റൂം. റൂമിലെത്തിയപ്പം തന്നെ ഭയങ്കര പരിശോധനയും കാര്യങ്ങളാണ് 3 പേരും. അപ്പം ഞങ്ങൾ കുളിച്ച് ഫ്രഷായി എല്ലാവരും ഒന്ന് റെഡി ആയിട്ട് ഒന്ന് ജസ്റ്റ് തൊഴാനും രാവിലത്തെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് അന്വേഷിക്കാനും വേണ്ടിയിട്ടൊന്ന് എല്ലാവരും കൂടെ ഒന്ന് അമ്പലത്തിലേക്ക് പോയി. അപ്പോൾ അവിടെ ചെന്ന സമയത്ത് വരി പെട്ടെന്ന് തന്നെ മൂവ് ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാലും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു 1 മണിക്കൂർ ക്യൂ നമുക്ക് കിട്ടി. അത് കിട്ടാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് അവിടെ എന്താ പറയുക, ദേവീനെ പുറത്തേക്ക് എഴുന്നള്ളിക്കായിരുന്നു ചുറ്റാൻ വേണ്ടിയിട്ട്. അപ്പം അത് കാരണം നമുക്ക് അത്യാവശ്യം ഒരു ചെറിയൊരു ക്യൂ കിട്ടി. ഒരു 1 മണിക്കൂറോളം ക്യൂ കിട്ടി. അപ്പം ഇതൊരു തട്ട് വാങ്ങിച്ചതായിരുന്നു. അതിൽ മാലകളും ആമ്പലും ഒക്കെ ഉള്ള ഒരു തട്ട്. ഇത്ര പൈസ എന്നുള്ളത് ഞാൻ മറന്നു കേട്ടോ. ഹസ്ബൻഡാണ് വാങ്ങിച്ചത്. 2 തട്ട് വാങ്ങിച്ചു. ഒന്ന് ഞങ്ങളുടെ എടുത്തു, ഒന്ന് അമ്മയും എടുത്ത്. ഞാനിങ്ങനെ കുറച്ചധികം ചുറ്റാനുണ്ടായിരുന്നു. എന്നാലും പെട്ടെന്ന് മൂവ് ആവുന്നുണ്ടായിരുന്നു. പക്ഷേ ഒന്നായപ്പോൾ അവിടെ സ്റ്റെക്കായി കഴിഞ്ഞപ്പോൾ പിന്നെ കുഞ്ഞിനെ പുറത്തേക്ക് ഇറക്കി വിട്ടു. അപ്പോൾ അവൾ ഭയങ്കര ഹാപ്പി ആയിട്ട് അവിടെ ഓടി നടക്കുകയായിരുന്നു. ഭയങ്കര സന്തോഷത്തിൽ. കുറേ സ്ഥലമുണ്ടല്ലോ അതിനകത്ത്, കുറേ പിള്ളേരുണ്ടായിരുന്നു ഓടാനും ചാടാനും ഒക്കെ. അപ്പോൾ കാശി ഇറങ്ങി. കേശനെ വിട്ടില്ല. കേശനെ വിട്ട് കഴിഞ്ഞാൽ കേശനെ പിടിക്കാൻ കുറച്ച് പ്രയാസമാണ്. കുഞ്ഞിനെ പോലെ അങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരാളല്ല. അപ്പോൾ ദേവീനെ 3 തവണ അമ്പലത്തിന് ചുറ്റും
പോയിട്ടുണ്ടായിരുന്നു. ഒന്ന് ഇങ്ങനെ തടമ്പ് തലയിൽ വെച്ചിട്ട്. അപ്പം അതിലും ആളുകളും അവരെ കൂടെ പ്രദക്ഷിണം വെക്കുന്നുണ്ടായിരുന്നു. നമ്മൾ അങ്ങനെ ചുറ്റുന്നതിൻ്റെ ഉള്ളിലായിരുന്നു. അപ്പം നമ്മൾ അവിടെ നിന്ന് നന്നായിട്ട് തൊഴുതു. പിന്നെ സെക്കൻഡ് റൗണ്ട് വന്നിട്ടുണ്ടായിരുന്നത് വെള്ളീൻ്റെ ആ ഒരു തേരിലേറ്റിട്ടായിരുന്നു. പിന്നെ ലാസ്റ്റ് സ്വർണത്തിൻ്റെ തേരിലേറ്റിട്ട് ഒരു കുഞ്ഞി സ്വർണ്ണത്തേരായിരുന്നു, വലിയതല്ല കേട്ടോ. വലിയത് അവിടെ വേറെ വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അങ്ങനെ മൂന്നാമത് അപ്പോഴത്തേക്ക് നമ്മൾ മൂവ് ചെയ്ത് കുറച്ചുകൂടി ഫ്രണ്ടിലോട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കണ്ടു, തൊഴുതു, നന്നായിട്ട് പ്രാർത്ഥിക്കാനും പറ്റി. അപ്പം അങ്ങനെ കുറച്ച് നേരം നിന്നതിന് ശേഷമാണ് അകത്ത് കയറാൻ പറ്റിയത്. അപ്പം ഞങ്ങൾ വേഗം അകത്ത് കയറി തൊഴുത് നന്നായിട്ട് തൊഴാൻ പറ്റി. നന്നായിട്ട് തൊഴുതിട്ട് ഇറങ്ങി. പിന്നെ നേരെ വേണ്ടിയിട്ട് നമ്മൾ പോയത് ഭക്ഷണം കഴിക്കാനാണ്. ഫുഡൊക്കെ നമ്മൾ മലയാളീസിന് അങ്ങനെ ഇഷ്ടപ്പെടില്ല. പച്ചരിച്ചോറ് പോലെയുള്ള ചോറാണ് അവിടെ കിട്ടുക. അപ്പം ഞാൻ ഫ്രൈഡ് റൈസാണ് കഴിച്ചത്. പിള്ളേർക്കും അത് തന്നെയാണ് കൊടുത്തത്. അവരും കുഴപ്പമില്ലാതെ കഴിച്ചു. ഫ്രൈഡ് റൈസൊക്കെ നല്ലതായിരുന്നു, വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. അപ്പം അമ്മയും ഫ്രൈഡ് റൈസ് തന്നെയാണ് വാങ്ങിച്ചത്. ഏട്ടനൊക്കെ ചപ്പാത്തി വാങ്ങിച്ചതായാലും കറിയൊന്നും അങ്ങോട്ട് നമുക്ക് പിടിക്കുന്നുണ്ടായിരുന്നില്ല. എന്നാലും നമ്മളൊരു യാത്ര വന്നത് ഒരു ദൈവത്തിൻ്റെ കാര്യത്തിന് വന്നതല്ലേ, അപ്പോൾ ഫുഡിന് കുറ്റം പറയാൻ പാടില്ലല്ലോ. അപ്പോൾ ഉള്ളത് കൊണ്ട് ഓണം പോലെ തന്നെ ഞങ്ങൾ ഭക്ഷണം കഴിച്ചു. അപ്പം ഇത് ഞങ്ങൾ റൂമിൻ്റെ അവിടെ ചെറിയൊരു പോണ്ട് പോലെ ഉണ്ടായില്ല, അത്യാവശ്യം വലിപ്പമുള്ള കുറച്ച് മീനുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം കാശി അതിനെ നോക്കിയിരിക്കുകയാണ്. കേശനെ താഴെ നിർത്തി അപ്പം ഓടുന്നുള്ള അവസ്ഥ ആയത് കാരണം അധികം താഴെ നിർത്തിയിട്ടേ ഉണ്ടായില്ല. അവനെ ഫോട്ടോ എടുക്കാനൊന്നും നിന്ന് തരില്ല. അപ്പോഴത്തേക്ക് ഓട്ടാണ്. അമ്മയാണെങ്കിൽ ആകെ ടയേർഡായിട്ടുള്ള ഇരിപ്പാണ്. അമ്മയ്ക്ക് കാലിന് വെരിക്കോസ് വെയിനായിട്ട് കുറച്ച് റെസ്റ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പം ഇത് രണ്ടാമത്തെ ദിവസമാണ്. അത് ഞങ്ങൾ ഇരുത്താൻ പോണ ദിവസമാണ്. അപ്പോൾ അന്ന് 6 മണിയാകുമ്പം അവിടെ എത്തിയാൽ മതി എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. 6:30 ആകുമ്പോഴേക്കാണ് തുടങ്ങാമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ കുറച്ച് നേരത്തെ തന്നെ എത്തി. അപ്പം എല്ലാവരും കൂടെ ഒരു മണ്ഡപം പോലുള്ളൊരു ഫെസിലിറ്റി ആയിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് തന്നെ എല്ലാവരും പേരൻസും കൂടെ വന്നവരൊക്കെ കയറി ഇരിപ്പുണ്ടായിരുന്നു. പക്ഷേ ശാന്തി വന്ന സമയത്ത് എല്ലാവരും ഇറക്കി. കുഞ്ഞുങ്ങളെയും അമ്മേനെയും മാത്രമായിട്ട് ആരെ മടിയിലാണോ ഇരുന്ന് എഴുതുന്നത് അവരും മാത്രം ഇരുന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ചിലവർ വൈഫും ഹസ്ബൻഡും ആയിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പിന്നെ 3 പേരെ എഴുതിച്ച്. കാശീനിയും ഓൾറെഡി എഴുത്തിനിരുത്തിയതാണെങ്കിലും മൂകാംബിക പോലുള്ള ഒരു അമ്പലത്തിൽ ചെന്നിട്ട് എഴുതിക്കാതിരിക്കുന്നത് ശരിയല്ലല്ലോ. അവനെ എഴുതിച്ചു. അതുപോലെ തന്നെ മക്കളെ 2 പേര്, കുഞ്ഞ് എൻ്റെ മടിയിലും കേശൻ ഏട്ടൻ്റെ മടിയിലും ഇരുന്നിട്ടാട്ടോ എഴുത്തിനിരുന്നത്. അപ്പോൾ കാശിയും ഏട്ടൻ്റെ കാലിലായിട്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിരുന്ന് അവൻ്റെ കൈയും പിടിച്ച് ഏട്ടനെ എഴുതിച്ചു. ഞാൻ കുഞ്ഞിനെയും കേശൻ്റെയും കൈ പിടിച്ച് ഞാനും എഴുതിച്ചു. അപ്പം എന്താ പറയുക, നമ്മൾ ഏറെ നാളത്തെ ഒരാഗ്രഹമൊക്കെ സാധിക്കില്ലേ, ആ ഒരു ഫീൽ ചെയ്തിരുന്നു. ഭയങ്കര സന്തോഷമായി കുഞ്ഞുങ്ങളെ എഴുത്തിനിരുത്തിയ സമയത്ത്. അപ്പം അവിടുന്ന് അത് കഴിഞ്ഞിട്ട് പിന്നെ ഒന്നുള്ളിൽ ചുറ്റി ചായ കുടിക്കാൻ ചെന്നപ്പം ഇന്നലത്തെ ഫുഡ് നമുക്ക് അത്ര അങ്ങ് ലൈക്ക് ആവാത്തത് കാരണം ഞങ്ങൾ റൂമിൻ്റെ താഴെ തന്നെയുള്ള ഒരു ഹോട്ടലിൽ തന്നെ റെസ്റ്റോറൻറ്റിൽ കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടുന്ന് അത്യാവശ്യം തരക്കേടില്ലാത്ത രീതിയിലുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ പിള്ളേർക്ക് പുട്ടും പഴവും കൊടുത്തു. അപ്പോൾ കുഞ്ഞ് നന്നായിട്ട് ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. അവളായിട്ട് കഴിക്കുകയും ചെയ്തില്ല. കേശം വയറ് നിറയെ കഴിച്ചു, കാശിയും കഴിച്ചു. അപ്പോൾ പിന്നെ നമ്മൾ കുറച്ചൊന്ന് നേരം അവരെ ഉറക്കിയിട്ട് ട്രാവലിങ് പോകാമെന്ന് വിചാരിച്ചു. എല്ലാവരും ഒന്ന് ഉറങ്ങി സെറ്റായിട്ട് വെളുപ്പിന് എഴുന്നേറ്റതുകൊണ്ട് തന്നെ ഒന്ന് ഉറങ്ങി സെറ്റായിട്ട് പോയച്ചു. അപ്പം ഏട്ടനൊന്ന് പുറത്തേക്ക് പോയായിരുന്നു, എന്തെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങിക്കട്ടെ എന്ന് പറഞ്ഞിട്ട്. അപ്പം ഇയാളെ കൊണ്ടുപോകാത്തതിനുള്ള കരച്ചിലാട്ടോ നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ ഭയങ്കര അച്ചക്കുട്ടി എന്ന് പറഞ്ഞാൽ ഭയങ്കര അച്ചക്കുട്ടി, ഭയങ്കര സങ്കടമാണ്. അപ്പോൾ അതിന് വാശി പിടിച്ച് കയറി. പിന്നെ ഒരുവിധം ഞാൻ കിടത്തി ഉറക്കി. 3 പേരും കുറച്ച് നേരം ഉറങ്ങി. ഞാനും ഒന്ന് മയങ്ങിയില്ല, എന്നാലും ഒന്ന് നടുനിവർത്തി കിടന്നു. എന്താ വെച്ചാൽ ഇനി തിരിച്ചു വരുമ്പോഴേക്കും ഞാനൊന്ന് അവശയാവുമല്ലോ, അത് കാരണം. പിള്ളേർ ഉറങ്ങിക്കഴിഞ്ഞിട്ട് അച്ഛനെ ഏൽപ്പിച്ചിട്ട് ഞാനൊന്ന് ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങി. ഏട്ടൻ വിളിച്ചായിരുന്നു. ഏട്ടൻ അവിടെ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ എന്നോട് കൂടെ ചെല്ലാൻ പറഞ്ഞു. അപ്പോൾ വീട്ടിലേക്ക് 1-2 വിഗ്രഹങ്ങളും കുഞ്ഞു വിഗ്രഹങ്ങളും അമ്മയ്ക്കൊരു മോതിരം, അങ്ങനെ കുഞ്ഞുങ്ങൾക്ക് 1-2 മാല, കമ്മൽ, ഒരു 2 കളിപ്പാട്ടം അങ്ങനെ വാങ്ങിച്ചോളൂ. അവിടെ ഭയങ്കര റേറ്റാണ്. അപ്പം നമ്മൾ ടോയ്സൊക്കെ അവിടെ നിന്ന് വാങ്ങിക്കുന്ന റേറ്റിന് നമുക്ക് ഇവിടെ നിന്ന് കുറച്ചുകൂടെ നല്ല ടോയ്സ് വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ അവരെ സന്തോഷത്തിന് വേണ്ടി ജസ്റ്റ് 2 കുഞ്ഞു ടോയ്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു വന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇറങ്ങാമെന്ന് വിചാരിച്ചു. തിരിച്ച് നമുക്ക് കുറച്ചധികം ടൈം ട്രാവലിംഗ് ഉണ്ടല്ലോ, അപ്പം ഒന്ന് നിർത്തിയൊക്കെ പോകാനല്ലേ പറ്റുള്ളൂ. അപ്പോൾ ഒരുപാട് ലേറ്റ് ആവണ്ടെന്ന് വെച്ചിട്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഇറങ്ങി. റൂമിലെത്തി ഒന്ന് ഫ്രഷായി എല്ലാം സെറ്റ് ചെയ്ത് താഴോട്ട് ഇറങ്ങി. അപ്പോൾ പോണ വഴിക്ക് ഞങ്ങൾ നമ്മുടെ
അപ്പോൾ ഉടുപ്പി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ഒന്ന് കയറി. അവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. ക്യൂ നിന്നിട്ട് ഉള്ളിൽ കയറാനൊക്കെ വേണ്ടിയിട്ട് അത്യാവശ്യത്തിലധികം തിരക്കുണ്ടായിരുന്നു. ചെരുപ്പ് കഴിച്ചിട്ടിട്ട് ആളുകൾ കൂട്ടത്തോടെ വാരിക്കൊണ്ടുപോയിട്ട് വേറൊരു സ്ഥലത്ത് വെക്കുക. എന്നിട്ട് നമ്മൾ ചെന്ന് ചെരുപ്പ് അന്വേഷിക്കുന്ന സമയത്ത് ഇത്ര എമൗണ്ട് കൊടുത്താലേ ചെരുപ്പ് തരാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ ക്യാഷ് ഒന്നും തരാൻ പറ്റില്ല, ഞങ്ങൾ പറഞ്ഞതല്ലല്ലോ എടുത്തുകൊണ്ടിരുന്നു പറഞ്ഞിട്ട് ക്യാഷൊന്നും കൊടുക്കാന്നില്ല. ഞങ്ങൾ ചെരുപ്പ് എടുത്തിട്ട് പോകുന്നത്. അവിടെ 2 ക്യൂ ആയിരുന്നു. ജസ്റ്റ് ഒരു കുഞ്ഞു ലൈൻ, ആ ലൈനിൽ കൂടെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ അന്നദാനത്തിനും ഒരു കുഞ്ഞു ലൈന്. പിന്നെ നമ്മളെ കയ്യിൽ ക്യാഷ് ഉണ്ടെങ്കിൽ കൂടുതൽ ക്യാഷ് കൊടുത്താൽ നമുക്ക് ദൈവത്തിനെ പെട്ടെന്ന് കാണാൻ പറ്റുന്ന ഓപ്ഷനൊക്കെ ഉണ്ട്. ഞങ്ങൾ അതിനൊന്നും നിന്നില്ല, ഞങ്ങൾ പെട്ടെന്ന് തിരിച്ചു പോകുന്നു. രാത്രി ഒരുപാടാവില്ല ഇവിടെ എത്താൻ വേണ്ടിയിട്ട്. അത് കാരണം പെട്ടെന്ന് തന്നെ ഒന്ന് പുറത്തുനിന്നൊക്കെ കണ്ട് അതിന് ചുറ്റുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നടന്ന് കണ്ടിട്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ റിട്ടേൺ പോകുന്നു. അപ്പോൾ തിരിച്ചു പോരുന്ന വഴിക്ക് ഫുഡ് കഴിക്കാനാണെങ്കിൽ ഒരുപാട് ഹോട്ടൽസ് കയറിയെങ്കിലും എല്ലാം ഈ ബാർ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഹോട്ടലുകളാണ് അവിടെ ഉള്ളത്. അപ്പോൾ ആളുകൾ ഇരുന്ന് മദ്യപിക്കുന്നുണ്ട്, അതിൻ്റെ കൂടെ നമ്മളിരുന്ന് ഫുഡ് കഴിക്കണം. അപ്പോൾ അതൊരു ബുദ്ധിമുട്ടായി തോന്നിയത് കാരണം ഞങ്ങൾ എന്ത് ചെയ്തു, കുറച്ചധികം നേരം ഞങ്ങൾ നടക്കേണ്ടി വന്നു ഹോട്ടൽസ് അന്വേഷിച്ച്. അവസാനം ഒന്ന് കണ്ടെത്തി. പിന്നെ കുറച്ച് കട്ട് ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ച് കഴിച്ച് ഞങ്ങൾ പോന്നു. അപ്പോൾ അവിടുത്തെ ഫുഡും ഒന്നും അങ്ങ് പറ്റുന്നുണ്ടായിരുന്നില്ല. പെട്ടെന്ന് ഒരു തട്ടിക്കൂട്ട് കഴിച്ചിട്ട് ഒരു പിള്ളേരെ വിശപ്പൊന്ന് അടയ്ക്കാൻ വേണ്ടി കഴിച്ചിട്ട് പോന്നു. പിന്നെ രാത്രി ഞങ്ങൾ കാസർഗോഡ് കഴിഞ്ഞെന്ന് തോന്നുന്നു ഞങ്ങളൊരു ഹോട്ടലിൽ കയറിയിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ കപ്പയും ബീഫും കാര്യങ്ങളൊക്കെ കഴിച്ചു തിരിച്ചു വിട്ടു. നമ്മുടെ വീഡിയോസ് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.